ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ശരീരത്തിന്റെ പല ഭാഗത്തും ഡാർക്ക് പിഗ്മെന്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻ തിങ്, എന്തുകൊണ്ടാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നതെന്ന് കണ്ടെത്തുക. എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യ അസുഖം മൂലമാണോ, അല്ലെങ്കിൽ ഡയബറ്റീസ് ആണോ, അങ്ങനെ എന്താണെന്നുള്ളത് കണ്ടെത്തുക. സെക്കൻഡ് തിങ്, നിങ്ങൾക്കൊരു ഓവർ വെയിറ്റോ ഒബീസോ ആയിട്ടുള്ള ആളാണെങ്കിൽ കുറച്ച് വെയിറ്റ് കുറയ്ക്കാനായി ശ്രമിക്കുക. വെയിറ്റ് അങ്ങനെ ഒരു 5-8% വെയിറ്റ് കുറയുമ്പോൾ തന്നെ ആ ഒരു പിഗ്മെന്റേഷൻ നല്ലൊരു അളവിൽ കുറഞ്ഞതായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ മെയിൻ തിങ് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. റെഗുലർ ആയിട്ടുള്ള ഒരു 1 hour ഓഫ് എക്സസൈസ് വളരെ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കുന്നതാണ്. പിന്നെ സ്വീറ്റ് ക്രേവിംഗ് ഉള്ള ആൾക്കാർ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ. ഫുഡ് കഴിച്ചതിന് ശേഷം ചോക്ലേറ്റോ അല്ലെങ്കിൽ ഷുഗറി ഐറ്റംസ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അത് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു സ്വീറ്റ് സ്ഥാനത്ത് ഫ്രൂട്ട്സിന് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, എക്സ്റ്റേണൽ ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്നത് സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ യൂറിയ ഇങ്ങനത്തെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുൻപ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി ഹോം റെമഡി ആയിട്ട് എന്തെങ്കിലും ഐഡിയ വേണമെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടണമെന്നില്ല, പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് ഡയറ്റ് നല്ലപോലെ നോക്കി എക്സസൈസും ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ എക്സ്റ്റേണലി അപ്പിയർ ചെയ്ത ആ ഡാർക്ക് പിഗ്മെന്റേഷൻ കുറച്ച് ലൈറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് നമ്മുടെ ഓട്ട്മിൽ അതുപോലെ തൈരും കൂടെയുള്ള കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പിഗ്മെന്റഡ് ഏരിയയിൽ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓട്ട്മീലിന് ഒരു എക്സ്ഫോളിയേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ ലാക്റ്റിക് ആസിഡ് അടങ്ങിയ സാധനമാണ് തൈരെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നല്ലതായിരിക്കും. പക്ഷെ ഇത് എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റീവ് ആവണമെന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസായി വരാം. ടിൽ ദെൻ, ടേക്ക് കെയർ.